മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ MMB ട്രേഡുകളിൽ ITA പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും മികച്ച ഒരു അവസരം ഒരുക്കുകയാണ് കേരള PSC. കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഓപ്പറേറ്റർ തസ്തികയുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് February 4th. അപ്പോൾ എത്രയും വേഗം യോഗ്യത ഉള്ളവരെല്ലാം ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളുക. ഇനിയും നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 735/2025. ഇനിയും നെയിം ഓഫ് ഫോം കേരള വാട്ടർ അതോറിറ്റി, പോസ്റ്റ് ഓപ്പറേറ്റർ. സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ 27,200 മുതൽ 73,600 വരെയാണ്. ഇപ്പോൾ വളരെ നല്ലൊരു അട്രാക്റ്റീവ് സാലറി സ്കെയിലാണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് ആണ്. പക്ഷേ നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിയിൽ പ്രീവിയസ് അഡ്വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 500 മേളിൽ അഡ്വൈസ് പോയൊരു പോസ്റ്റാണ്. നല്ല വേക്കൻസീസ് കാണും. നല്ലൊരു അവസരമായിട്ട് ഇതിനെ കാണുക. ഏജ് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 18 to 36 ആണ് ജനറൽ കാറ്റഗറിക്ക് ഉള്ളത്. ഇനി മറ്റ് കാൻഡിഡേറ്റ്സിന് എന്താണ് ഏജ് റിലാക്സേഷൻസ് അവരുടെ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ 4 ട്രേഡുകളിൽ ITA പൂർത്തിയാക്കിയവർക്കാണ് അവസരം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇലക്ട്രീഷ്യൻ ഉണ്ട്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഉണ്ട്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ. ഉയർന്ന യോഗ്യതയുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിപ്ലോമയും BTechും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സ്ട്രീമുകളിലും മെക്കാനിക്കൽ സ്ട്രീമിലും ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉയർന്ന യോഗ്യതയുള്ളവർ ലാസ്റ്റ് ടൈം ഈ എക്സാമിന് അപ്ലൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടി ഇതിനോടകം അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ട് ഈ എക്സാമിന് തയ്യാറെടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടൈം 2020 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. ആ ടൈമിൽ എക്സാം നടത്തിയതിൽ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ഇപ്പോൾ 2023 മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 33,618 ആണ്. ഏകദേശം 33,000 ആൾക്കാരാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തത്. കട്ട് ഓഫ് മാർക്ക് 44.67. ഉയർന്ന മാർക്ക് ലഭിച്ച ടെസ്റ്റിൽ നിന്നും ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് 82.33 ആണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 33,000 പേര് അപ്ലൈ ചെയ്ത പോസ്റ്റിലും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് 1051 ആളുകളെയാണ്. അതിൽ 566 പേർക്ക് ഇതിനോടകം അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പം മികച്ച ഒരു അവസരം എന്ന് വേണം ഇതിനെ പറയാൻ. കാരണം നമുക്കറിയാം ഇപ്പം LDC അല്ലെങ്കിൽ നമുക്ക് ടെക്നിക്കൽ അല്ലാത്ത എക്സാംസിൻ്റെയൊക്കെ ടെസ്റ്റുകൾ നടത്തുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ അഡ്വൈസ് ലഭിക്കുന്നത് താരതമ്യേന ഒരു ചെറിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്കാണ്. പക്ഷേ ഈ ഒരു എക്സാം ഒരു 3-4 സ്ട്രീം ട്രേഡുകളിൽ ITA പൂർത്തിയാക്കിയവർക്ക് അപ്ലൈ ചെയ്യാവുന്ന എക്സാമാണ്. ഉയർന്ന യോഗ്യതയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന എക്സാമാണ്. എന്നിരുന്നാൽ തന്നെ ഒരു 30,000-35,000 ഓഡിയൻസ് ആണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നതും. അപ്പം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴോ ഏകദേശം 1000 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതുവരെ 566 പേർക്ക് അഡ്വൈസ് ലഭിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് കാര്യമായിട്ട് ഈ എക്സാമിന് തുനിഞ്ഞിറങ്ങി ഒന്ന് നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇനിയും നിങ്ങൾ ഈ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ കാര്യമായിട്ടൊരു അനാലിസിസ് ചെയ്യണം. നിങ്ങൾക്ക് സിലബസിൽ എത്രത്തോളം എഡ്ജുണ്ട്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്. ഉദാഹരണം പറയാം, കഴിഞ്ഞ തവണ ഈ എക്സാം നടത്തിയ സമയത്ത് പഴയ സിലബസ് ആയിരുന്നില്ല കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിന് ഫോളോ ചെയ്തത്. പുതിയ സിലബസും വെയിറ്റേജിലുമായിരുന്നു എക്സാം നടത്തിയത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സിലബസ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ടോപ്പിക്കൊക്കെ നല്ല ഡെപ്തിലായിരുന്നു ചോദിച്ചത് സിലബസ് വന്നിരുന്നത്. അപ്പം മെക്കാനിക്കൽ റിലേറ്റഡ് ട്രേഡുകളിൽ, അതായത് MMBയും അതേപോലെ മെക്കാനിക്കൽ ട്രേഡുകളിൽ ITA പൂർത്തിയാക്കിയവർക്ക് അധികം അഡ്വാൻറ്റേജ് കിട്ടാത്തൊരു എക്സാം ആയിരുന്നു. എന്നാൽ BTechകാർക്കും ഡിപ്ലോമക്കാർക്കും, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ സ്ട്രീമുകളിൽ ഹയർ ഡിഗ്രി എടുത്തവർക്കും ഡിപ്ലോമ എടുത്തവർക്കൊക്കെ ഒരു എഡ്ജ് കിട്ടുന്ന ഒരു എക്സാം ആയിരുന്നു. എന്നാൽ ITA-കാരെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരുന്നില്ല. ഇനിയും കഴിഞ്ഞ തവണ വളരെ പെട്ടെന്ന് എക്സാമിൻ്റെ സിലബസ് വരികയും 2-3 മാസത്തിനുള്ളിൽ എക്സാം നടത്തി. അപ്പോൾ ഈ തവണ നമുക്ക് എപ്പോഴത്തേക്ക് എക്സാം പ്രതീക്ഷിക്കാം? നമുക്ക് എക്സാം അടുത്ത ഒരു മെയ് ജൂണിലേക്കായിരിക്കും നമുക്ക് എക്സാം പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അടുത്ത ഒരു ജാനുവരി മന്തിൽ തന്നെ PSC എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു സിലബസും വെയിറ്റേജും വെച്ച് PSC ഒരു എക്സാം നടത്തിയത് കൊണ്ട് ആ സിലബസ് തന്നെ ആയിരിക്കും ഈ തവണയും ഫോളോ ചെയ്യാനുള്ള ചാൻസ്. അപ്പോൾ നിങ്ങൾ ITA ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും വേഗം നല്ല രീതിയിൽ സ്ട്രക്ചേർഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി കഴിഞ്ഞ തവണ ഈ എക്സാമിന് ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിൽ നിങ്ങൾ എങ്ങനെ പഠിച്ച് തുടങ്ങണം, സബ്ജക്റ്റുകൾ ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത്, ഓരോ ടോപ്പിക്ക് എത്രത്തോളം ഡെപ്തിലാണ് പോകേണ്ടത്, PSCയുടെ IT റിലേറ്റഡ് ട്രേഡുകളിൽ ഈ ട്രേഡുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് നടത്തിയിട്ടുണ്ട്. അവിടുത്തെ
എക്സാം പാറ്റേൺ എന്താണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണോ, പ്രോബ്ലംസ് ഉൾപ്പെടുത്തുന്നുണ്ടോ, സ്റ്റേറ്റ്മെൻ്റ് ആണോ, നിങ്ങൾ ഏത് ടൈപ്പ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ലൈവായിട്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് ഒരു വ്യക്തത വരുത്തി നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വെബിനാർ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഒപ്പം ലാസ്റ്റ് ടൈം ഏണസ്റ്റ് അക്കാഡമി ആയിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. വളരെ വിജയകരമായിട്ട് ആ മാറിയ സിലബസ് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ധാരാളം ഉദ്യോഗസ്ഥകൾ ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുകയും ഇതിനോടകം അവർക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ പേരിലും മെൻറ്ററായിരുന്ന വിപിൻ സാറിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം ഈ എക്സാമിന് പുതിയ നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രീംസിലുള്ള ITA, ഡിപ്ലോമ, BTechൽ വരുന്ന എല്ലാ എക്സാമുകളുടെയും കോച്ചിങ് നടത്തി വരുവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം റീസെൻ്റ് ആയിട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ വിജയം വലിയ ഒരു വിജയമാണ് നമുക്ക് നേടാൻ സാധിച്ചത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ട്രേഡ്സ്മാൻ ടർണിംഗ് ആദ്യ റാങ്കുകളെല്ലാം തന്നെ നമുക്ക് നേടാൻ സാധിച്ചു. റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥകൾ ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇനിയും ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് റാങ്ക് ലിസ്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1, 2, 5, 6, 8, 9 തുടങ്ങിയ എല്ലാ റാങ്കുകളും നമുക്ക് നേടാൻ സാധിച്ചു. ഇതിൽ 2ാം റാങ്ക് നേടിയ മുസാദിക്ക് ഗൾഫിൽ നിന്നാണ് നമ്മുടെ കോഴ്സ് പഠിച്ചത്. ജോലിയോടൊപ്പം അദ്ദേഹം നമ്മുടെ കോഴ്സ് ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതം മതിയാക്കി ഇപ്പോൾ അഡ്വൈസ് ലഭിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പം പല വ്യത്യസ്തമായിട്ടുള്ള സ്റ്റോറീസാണ്. കരിയർ ഗ്യാപ്പിന് ശേഷം നമ്മുടെ കോഴ്സ് എടുത്ത് പഠിച്ച് ആദ്യ റാങ്കുകൾ നേടിയ ഉദ്യോഗാർത്ഥികളുണ്ട്. ഗൾഫിൽ നിന്നും ജോലിയോടൊപ്പം ഓൺലൈനായിട്ട് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളുണ്ട്. ഇനിയും 2nd റാങ്ക് വാട്ടർ അതോറിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ മുഹമ്മദ് സാദിഖ്, അല്ലെങ്കിൽ പോളിടെക്നിക് ലെക്ചറിൻ്റെ 2nd റാങ്ക് നേടിയ മുഹമ്മദ് ഷമീം, അദ്ദേഹത്തിൻ്റെ ആദ്യ കേരള PSCയുടെ എക്സാമിൽ നമ്മളോടൊപ്പം പഠിച്ച് ആദ്യ എക്സാമിൽ ക്രാക്ക് ചെയ്ത ആളാണ്. അപ്പം ആദ്യ PSC എക്സാമിൽ നമ്മളോടൊപ്പം പഠിച്ച് ജോലി നേടിയവരുണ്ട്. കരിയർ ഗ്യാപ്പിന് വന്നതിന് ശേഷം കോഴ്സ് ജോയിൻ ചെയ്ത് ജോലി നേടിയവരുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ റെഡിയാണോ, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരാൻ റെഡിയാണ്. ഏണസ്റ്റ് അക്കാഡമി എൻ്റെ കോഴ്സ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഇനിയും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, കമ്പൈൻ സ്റ്റഡിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, വേറെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററുമായിട്ട് ചേർന്ന് പഠിക്കുന്നവരായിക്കോട്ടെ, വെബിനാറിൽ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യുക. ലൈവ് വെബിനാറിൽ ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണമെന്നുള്ള എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. വെബിനാറും കോഴ്സിനും ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.